തിരുവാഭരണ ഘോഷയാത്രയാണ് വരുന്നത്. ഇപ്പം ഞാനുള്ളത് നമ്മളെ ശബരിമല 18-ാം പടിയുടെ താഴത്തുള്ള നടപ്പന്തലിലാണ്. ആ നടപ്പന്തലിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത്. അതായത് തിരുവാഭരണ ഘോഷയാത്ര വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഒരുപാട് സ്വാമിമാരാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി മിലിറ്ററിയും പോലീസുകാരും അങ്ങനെയായിട്ടുള്ള വലിയൊരു ടീം തന്നെയാണ് ഈ ഘോഷയാത്രയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയോടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഘോഷയാത്ര വന്ന് നേരെ ശബരിമല 18-ാം പടി കയറി അയ്യപ്പന് എന്താ പറയുക തിരുവാഭരണങ്ങൾ ചാർത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഘോഷയാത്രയായിട്ട് നമ്മളെ തിരുവാഭരണങ്ങൾ വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘോഷയാത്ര വരുന്ന 2 സൈഡിലും കർപ്പൂരം കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർപ്പൂരം ചന്ദനത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഏകദേശം 5 കിലോമീറ്ററോളം മല ഇതേമാതിരി ചെണ്ട കൊട്ടി കയറി വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. തിരുവാഭരണ ഘോഷയാത്രയുടെ ആദ്യം തന്നെ കാണുന്നത് തീക്കുച്ചും അതുകൂടാതെ കർപ്പൂരാഴിയൊക്കെയാണ് ആദ്യം കടന്നു പോകുന്നത്. ആ ഒരു കാഴ്ചയാണിത്. ഇതൊക്കെ തിരുവാഭരണമാണ് ഈ വരുന്നത്. കണ്ട, ഇത് 3 പെട്ടികളിലായിട്ടാണ് കൊണ്ടുവരുന്നത്. ആദ്യത്തെ പെട്ടിയാണ്. ആ പെട്ടികൾ മൊത്തം പൂവ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് അത് തലയിൽ വെച്ച് വളരെ ഡാൻസൊക്കെ അടിച്ചിട്ട് അതായത് ആടി വെച്ചിട്ടാണ് കൊണ്ടുവരിക. കണ്ട, അത് രണ്ടാമത്തെ അങ്ങനെ 3 പെട്ടികളിലായിട്ട് വളരെ അലങ്കരിച്ചിട്ടാണ് ഈ തിരുവാഭരണം കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തിരുവാഭരണം കൊണ്ടുപോയി അയ്യപ്പന് ചാർത്തിയതിൻ്റെ ശേഷം ഏകദേശം ഒരു 7 മണിക്കും 6:50 7 മണിക്ക് ഇടയിലായിട്ടാണ് മകരജ്യോതി കാണുക. ഈ കാണുന്ന സ്ഥലമാണ് മകരജ്യോതി കാണുന്ന സ്ഥലം. ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഈ ഒരു പോർഷനിലാണ് മകരജ്യോതി കാണുക. പക്ഷേ നമുക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. കാരണം നമുക്ക് നോക്കാം മകരജ്യോതി കാണാൻ പറ്റുമെന്ന്. നിർഭാഗ്യവശാൽ എനിക്ക് മകരജ്യോതി ഇതിൽ പകർത്താൻ കഴിഞ്ഞില്ല. വീഡിയോയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെല്ലാവരും ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു. മകരജ്യോതി കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾ സായിമാരൊക്കെ മല ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശബരിമലയുടെ പല ഭാഗങ്ങളിലായിട്ട് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ടെൻ്റടിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സായിമാരൊക്കെ ഇന്നത്തോടെ മല ഇറങ്ങുകയാണ്. ഇനി ഏകദേശം ഒരു 5-8 മണിക്കൂർ ഇതേമാതിരി ഫുൾ തിരക്കിൽ സായിമാർ മല ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സായിമാർ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയാണ്. അവരിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശബരിമലയിൽ തന്നെ തമ്പടിച്ച് താമസിക്കുകയായിരുന്നു. അവരിപ്പോൾ മകരജ്യോതി കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേമാതിരി നിങ്ങൾ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.